ലാലേട്ടൻ മണിച്ചിത്രത്താഴിൽ പറയുന്ന പോലെ ബിഗ് ബോസ് വീട്ടിലെ യഥാർത്ഥ ഗെയിമർ അനുമോളല്ല, മറിച്ച് നൂറയാണ്. സോ ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് നൂറ അത് തെളിയിച്ചിരിക്കുകയാണ്. വാശിയേറിയ സ്പെഷ്യൽ പവറോട് കൂടിയ വീക്ക്ലി ടാസ്ക് ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. അതിൽ വിൻ ചെയ്തതോ നൂറയുടെ ടീം. സോ ആക്ച്വലി ആദ്യത്തെ രണ്ട് റൗണ്ട് ടീമായിട്ടുള്ള പ്ലേ ആയിരുന്നെങ്കിൽ അവസാനത്തെ 2 റൗണ്ട് ക്യാപ്റ്റന്മാർ തമ്മിലുള്ള പ്ലേ ആയിരുന്നു. സോ അതിനകത്ത് ഫസ്റ്റ് റൗണ്ടിൽ ഉനിയിലും നൂറയും ജയിച്ചെങ്കിൽ അവസാന റൗണ്ടിൽ ഉനിയിലും നൂറയായിട്ടുള്ള ഏറ്റുമുട്ടത്തിൽ നൂറ എക്സാക്ട്ലി ഫോക്കസ് ചെയ്ത് സ്പീഡായിട്ട് ആക്ട് ചെയ്ത് നൂറ ജയിച്ചിരിക്കുകയാണ്. സോ ആ ഗെയിം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും നേർക്കുനേരെ ഇരിക്കുക. സോ തൊപ്പി തലയെ നൂരി ഒരു ടേബിൾ ഉണ്ടാവും, ആ ടേബിളിൽ വെക്കുക. ഇതാണ് ഗെയിം. സോ അത് സ്പീഡിൽ ആക്ട് ചെയ്തത് 2 പ്രാവശ്യം. ആദ്യത്തെ ഒരു പ്രാവശ്യം നൂറയാണ്, സെക്കൻഡ് റൗണ്ട് ഫൗളായിപ്പോയി, തേർഡ് റൗണ്ട് നൂറയാണ് ചെയ്തത്. സോ ഇതിൽ നിന്നും നൂറ വിജയിക്കുകയും പിന്നീട് ആ സ്പെഷ്യൽ പവർ നൂറ ആർക്ക് കൊടുക്കുന്നതാണ് മാറ്റർ. സോ അങ്ങനെ ജയം നേടിയ നൂറയ്ക്ക് കിട്ടിയത് 3 പവറാണ്. ഫസ്റ്റ് പവർ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി പവർ, സെക്കൻഡ് പവർ നോമിനേഷൻ പവർ, തേർഡ് പവർ എന്ന് പറയുന്നത് ഫാമിലി വീക്ക്. സോ ഇതിനകത്ത് ഫസ്റ്റ് 2 പവറാണ് ആക്ച്വലി പവർ എന്ന് പറയുന്നത്. തേർഡ് പവർ വേണമെങ്കിൽ നമുക്ക് ഉൾട്ടേ അടിക്കാം, അതായത് ഫാമിലിയൊക്കെ വന്ന് കുളമാക്കി കഴിഞ്ഞാൽ നമ്മുടെ വോട്ടിങ്ങിൽ പോകും. സോ അങ്ങനെ വേണമെങ്കിലും ധരിക്കാം. സോ അങ്ങനെ മൊത്തം 3 പവറുള്ള പവർ ടീമിന് വേണ്ടി വീതിച്ചു കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നൂറയ്ക്ക് തന്നെ എടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അവിടെയാണ് നൂറ ബുദ്ധിപൂർവ്വം കളിച്ചിട്ട് ആ 2 പവറും, അതായത് ഇമ്മ്യൂണിറ്റി പവറും നോമിനേഷൻ പവറും താൻ തന്നെ വെച്ചോളാം. സോ ബിന്നിക്ക് ഫാമിലി പവറും കൊടുത്തു. സോ ഫാമിലി, എനിക്ക് തോന്നുന്നു ബിന്നി എന്തുമായാലും ഔട്ടാവുമെന്ന് നൂറയ്ക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നൂറ ബിന്നി അത് അഭിലാഷിന് കൊടുക്കുമായിരിക്കും എന്നുള്ളൊരു തോട്ടിലായിരിക്കും കൊടുത്തേക്കുന്നത്. സോ എങ്ങനെ പോയാലും നൂറയുടെ ഒരു അടിപൊളി മൈൻഡ് ഗെയിം, അതായത് ഡ്യൂറിങ് ദി പ്ലേയിലും ആഫ്റ്റർ ഗെയിം, അതായത് പ്ലേ ജയിച്ചതിന് ശേഷവും നൂറ അടിപൊളിയായിട്ട് തിങ്ക് ചെയ്ത് ആ പവർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അഭിലാഷിനൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ പുള്ളി പറയുന്നുണ്ട് എനിക്ക് വിഷമമൊന്നും ഇല്ല, ഇതൊക്കെ ഗെയിമല്ലേ എന്നുള്ള രീതിയിലൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും മനസ്സിലായി നൂറ എന്ന ഗെയിമർ എത്രത്തോളം പവർഫുള്ളാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നൂറ ഫാമിലിയെ കൊണ്ടുവരണം എന്നുള്ളൊരു ടാസ്കിൽ 750 പോയിൻറ്റ്സ് കളഞ്ഞതാണ് ഫാമിലിക്ക് വേണ്ടി. പക്ഷേ ഇത്തവണ വന്നപ്പോഴത്തേന് നൂറ ഉൾട്ട അടിച്ചു. അതായത് ഇവിടെ ഞാൻ സെൽഫിഷ് കളിക്കും. സോ എവിടെ സെൽഫിഷ് കളിക്കണം, എവിടെ ടീമിന് വേണ്ടി കളിക്കണം, നൂറയ്ക്ക് പക്കയായിട്ട് അറിയാമെന്ന് തോന്നുന്നു ഗൈസ്. സോ ഇതുകൊണ്ട് തന്നെ നൂറ അനുമോളെക്കാട്ടിലും പവർഫുള്ളാണ് ഇൻ ദി സെൻസ് ഓഫ് ഗെയിം. ഇനിയിപ്പോൾ അനുമോളുടെ ഡ്രാമ അല്ലെങ്കിൽ അനുമോളെ ആ പ്രേക്ഷക പിന്തുണ പിടിച്ചെടുക്കാൻ പറ്റുന്ന കഴിവ് എത്രത്തോളം വിജയകരമാവും ഈ സീസണിൽ നിന്ന് കണ്ടു തന്നെ അറിയണം. പക്ഷേ നൂറ ഈസ് ഒറിജിനൽ ഗെയിമർ.